ഇന്നത്തെ നമ്മളെ റെസിപ്പി മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഞാൻ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിതിൻ്റെ യെല്ലോ പാർട്ടും വൈറ്റ് പാർട്ടും എടുക്കുന്നുണ്ട്. ചിലർ ഇതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമേ എടുക്കൂ. അപ്പോൾ യെല്ലോ പാർട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ പിന്നെ അതൊരു വേസ്റ്റ് ആയിട്ട് പോവുകയുള്ളൂ ആ ഒരു യെല്ലോ പാർട്ട്. അല്ലാന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കാമെന്നാണെങ്കിൽ കഴിക്കാം. പക്ഷേ ഇതിപ്പോൾ രണ്ടും എടുത്താൽ തന്നെ ചെറിയൊരു കളറിന് ഡിഫറൻസ് വരും എന്നല്ലാണ്ട് നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അര ചെറുനാരങ്ങ കംപ്ലീറ്റ് എടുക്കുന്നില്ല. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നീര് മാത്രമേ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുളി നോക്കിയിട്ട് നമുക്ക് പുളിപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പിന്നീട് വീണ്ടും ആഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പും അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിടുക. അപ്പോൾ ഉപ്പിൻ്റെ കാര്യവും ഈ പുളിപ്പിൻ്റെ കാര്യമെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇനി ബിഗിനേഴ്സ് എല്ലാം ഇത് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഷുഗറാണ്. ഷുഗർ ഓപ്ഷണലാണ്, പക്ഷേ ഷുഗർ ഇട്ടാലാണ് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരുപാട് ഷുഗറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഷുഗർ ഇട്ടിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കൂടിപ്പോയാൽ അത് ഭയങ്കര മധുരമായി പോകും. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ 1/2 കപ്പ് മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഇനി കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഗാർലിക്കാണ്. അപ്പോൾ 3 വലിയ ഗാർലിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ചെറുതാണുള്ളതെങ്കിൽ ഒരു 5 എണ്ണം എടുക്കുക. പക്ഷേ ഗാർലിക്കും കൂടി പോയാൽ ഈ വെളുത്തുള്ളീൻ്റെ കുത്തൽ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ നമ്മൾ മയോണൈസിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റുള്ള മയോണൈസ് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇത് ഞാനൊരു 5 മിനിറ്റ് കണ്ടിന്യൂസ് അടിച്ചിട്ട് കൊണ്ടുവരികയാണ്. 5 മിനിറ്റ് കണ്ടിന്യൂസ് അടിക്കണം. അപ്പോൾ ഇത് 5 മിനിറ്റ് കണ്ടിന്യൂസ് അടിച്ചപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അപ്പം തന്നെ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചൊക്കെ ആണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് തയ്യാറാക്കി എടുത്താൽ. പക്ഷേ ഇതിലും കൂടിയും കുറച്ചും കൂടിയും ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു 1/4 കപ്പ് ഓയിൽ ഉണ്ടല്ലോ, ആ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്തുനിന്നെല്ലാം വാങ്ങുമ്പോൾ കിട്ടുന്ന പോലത്തെ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള മയോണൈസ് കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത്ര ലൂസിൽ തയ്യാറാക്കി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ 1/4 കപ്പ് ഓയിലും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഇതാ ഞാനിത് ഒന്നുകൂടി അടിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതാ ഈ ഒരു പരുവത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് ഇരിക്കുന്ന സമയത്ത് ഇതിലും കൂടി കുറച്ചും കൂടി ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര മതി, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് വെക്കുകയാണ്. ഇതൊരു 4 ദിവസമെല്ലാം കേടുകൂടാണ്ടിരിക്കും. ഇതേപോലെ എഗ്ലെസ് മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ അവസാനത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കാണാം. എഗ്ഗ് യൂസ് ചെയ്യാണ്ട് തയ്യാറാക്കുന്നവർക്ക് അങ്ങനെയും തയ്യാറാക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.